Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊമോഷൻ എന്ന ചാപ്റ്ററിലെ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സിൽ തേർഡ് എലമെൻ്റ് ആണ് പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ്. അതിലെ പബ്ലിസിറ്റിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് പബ്ലിസിറ്റി, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിസിറ്റി, major tools of publicity, and finally difference between publicity and advertising. First of all, what do you mean by publicity? Publicity refers to communication about an organization, its products or policies through the media not paid for by the organization. Publicity എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ പോളിസികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള എമൗണ്ടും ഈടാക്കുന്നില്ല. നെക്സ്റ്റ്, പബ്ലിസിറ്റി റെഫേഴ്സ് ടു ജനറേഷൻ ഓഫ് ന്യൂസ് എബൌട്ട് എ പേഴ്സൺ, പ്രോഡക്റ്റ് ഓർ സർവീസസ്. പബ്ലിസിറ്റി എന്നത് ഒരു പേഴ്സൺസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ പ്രോഡക്ട്സിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഉള്ള വാർത്തകളുടെ ജനറേഷനെയാണ് പബ്ലിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പബ്ലിസിറ്റീൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ചാൾസ് ഡബ്ല്യു ലാം ആൻഡ് അതേഴ്സ്, പബ്ലിസിറ്റി ഈസ് പബ്ലിക് ഇൻഫർമേഷൻ എബൌട്ട് എ കമ്പനി, ഗുഡ്സ് ഓർ സർവീസസ് അപ്പിയറിംഗ് ഇൻ ദി മാസ് മീഡിയ ആസ് എ ന്യൂസ് ഐറ്റം. ഇവിടെ ചാൾസ് ഡബ്ല്യു ലാം എന്ന വ്യക്തിയുടെ അഭിപ്രായത്തിൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനി ഗുഡ്സുകളെക്കുറിച്ചോ സർവീസുകളെക്കുറിച്ചോ ഉള്ള പബ്ലിക് ഇൻഫർമേഷൻസുകളെ മാസ് മീഡിയാസുകളിൽ ന്യൂസായിട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂസായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിസിറ്റി. പബ്ലിസിറ്റീൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് നോൺ പേഴ്സണൽ മാസ് മീഡിയാസ്. നോൺ പേഴ്സണൽ മാസ് മീഡിയാസ് ആണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ്, ഇറ്റ് ഈസ് കൊമേഴ്ഷ്യലി സിഗ്നിഫിക്കൻറ്റ് ന്യൂസ്. കൊമേഴ്ഷ്യലി പ്രാധാന്യമുള്ള വാർത്തകളാണ് പബ്ലിസിറ്റിയിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, ദർ ഈസ് നോ സ്പോൺസേഴ്സ്. പബ്ലിസിറ്റിക്ക് സ്പോൺസേഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് പബ്ലിക് റിലേഷൻസ്. പബ്ലിസിറ്റിയിലൂടെ ഒരു പബ്ലിക് റിലേഷൻസ് ഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് മേ ബി ഗുഡ് ഓർ ബാഡ്. പബ്ലിസിറ്റി അത് നല്ലതാവാം ചീത്തതാവാം. നെക്സ്റ്റ്, ഓൾ ത്രൂ ഇറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഫോർ, ഇറ്റ് ഈസ് നോട്ട് കോസ്റ്റ് ഫ്രീ. പബ്ലിസിറ്റി എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിലും അത് ഫ്രീ കോസ്റ്റ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് പബ്ലിസിറ്റി. പബ്ലിസിറ്റീൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിൻ്റ്, ലെസ് കോസ്റ്റ്ലി. ചിലവ് വളരെയധികം കുറവായിരിക്കും. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് അറ്റൻഷൻസ്. ജനങ്ങൾക്ക് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ അവരുടെ ശ്രദ്ധ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതിലൂടെ? പബ്ലിസിറ്റിയിലൂടെ. നെക്സ്റ്റ്, മോർ ഇൻഫോർമേഷൻസ്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അത് കസ്റ്റമേഴ്സിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ പബ്ലിസിറ്റി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ക്വിക്ക് റീച്ച് ഓഫ് ഇൻഫോർമേഷൻസ്. ഇൻഫോർമേഷൻസ് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഗ്രേറ്റർ ക്രെഡിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ വിശ്വാസ്യത അത് ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്രോഡക്ട്സ്. പബ്ലിസിറ്റിയിലൂടെ പ്രോഡക്ട്സുകളിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കസ്റ്റമേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ പീപ്പിൾസിനാണെങ്കിലും ഒരു പ്രോഡക്ട്സ് മേടിക്കാനുള്ള ഇൻട്രസ്റ്റ് എന്താണ് ഈ പറയുന്ന പോലെ തന്നെ പബ്ലിസിറ്റിയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മേജർ ടൂൾസ് ഓഫ് പബ്ലിസിറ്റി. പബ്ലിസിറ്റീൻ്റെ മേജർ ടൂൾസുകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് പോയിൻ്റ്, ന്യൂസ് റിലീസ്. This is usually a single page of type written copy containing fewer than 300 words about a newsworthy event. Send it to news editor for possible publication. This is also known as press release. ന്യൂസ് റിലീസ് എന്ന് പറയുന്നത് ഒരു വാർത്താ പ്രാധാന്യമുള്ള ഇവൻറ്റിനെ കുറിച്ച് 300 വേഡ്സിൽ എഴുതിയ ഒരു സിംഗിൾ പേജസിനെയാണ് എന്ത് പറയുന്നത്? ന്യൂസ് റിലീസ് എന്ന് പറയുന്നത്. ഇത് പോസിബിളായ പബ്ലിക്കേഷൻസിനായിട്ട് ന്യൂസ് എഡിറ്റേഴ്സ് അയക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ന്യൂസ് റിലീസ് അഥവാ പ്രസ് റിലീസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഫീച്ചേഴ്സ് ആർട്ടിക്കിൾ. ഫീച്ചർ ആർട്ടിക്കിൾ എന്താണ് ഫീച്ചർ ആർട്ടിക്കിൾ എന്ന് പറയുകയാണെങ്കിൽ, ദിസ് ഈസ് എ ലോങ്ങർ മാൻസ്ക്രിപ്റ്റ് അപ് ടു 3000 വേർഡ്സ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പബ്ലിക്കേഷൻസ്. ഫീച്ചർ ആർട്ടിക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു സ്പെസിഫിക് പബ്ലിക്കേഷൻസിനായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു ലോങ്ങർ മാൻസ്ക്രിപ്റ്റാണ് ഫീച്ചർ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഫീച്ചർ ആർട്ടിക്കിൾ അപ് ടു 3000 വേർഡ്സിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. അഥവാ ഫീച്ചർ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് പബ്ലിക്കേഷൻസിനായിട്ട് 300 വേർഡ്സിൽ കുറയാതെ എഴുതി തയ്യാറാക്കുന്ന ഒരു ലോങ്ങർ മാൻസ്ക്രിപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീച്ചർ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് കോൺഫറൻസ് ഓർ പ്രസ് കോൺഫറൻസ്. ദിസ് ഈസ് എ മീറ്റിംഗ് ഹെൽഡ് ഫോർ മീഡിയ റെപ്രസെൻറ്റേറ്റീവ് ഫോർ അനൗൺസിങ് മേജർ ന്യൂസ് ഇവൻറ്റ്സ്. ന്യൂസ് കോൺഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേജർ ന്യൂസ് ഇവൻറ്റ്സുകൾ അനൗൺസ് ചെയ്യുന്നതിനായി മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സുകളുമായി നടത്തിയ ഒരു മീറ്റിങ്ങിനെയാണ് ന്യൂസ് കോൺഫറൻസ് അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാപ്ഷൻഡ് ഫോട്ടോഗ്രാഫ്. ഇറ്റ് ഈസ് എ photograph with a brief description explaining in the people or event pictured. It is effective for illustrating a new or improved product with highly visible features. Captioned photograph എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിത്രീകരിക്കുന്ന ആളുകളെയോ ഇവൻറ്റിനെയോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് ഉള്ള ഫോട്ടോയെയാണ് നമ്മൾ ക്യാപ്ഷൻഡ് ഫോട്ടോഗ്രാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഫോട്ടോഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വിസിബിളായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു ന്യൂ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ചിത്രീകരിക്കുന്നതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് ക്യാപ്ഷൻഡ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഡിറ്റോറിയൽ ഫിലിം ഓർ ടാപ്പ്. An editorial film or tab may be distributed to broadcast stations or newspapers in the hope that its content will be used in news stories. എഡിറ്റോറിയൽ ഫിലിം ഓർ ടാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എഡിറ്റോറിയൽ ഫിലിംസ് അല്ലെങ്കിൽ ടാബ് ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻസുകളിലേക്കോ ന്യൂസ് പേപ്പേഴ്സുകളിലേക്കോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ടൂൾസാണ് എഡിറ്റോറിയൽ ഫിലിംസ് ഓർ ടാപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാറുള്ളൊരു കാര്യമാണ് എഡിറ്റോറിയൽ അല്ലേ. അന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്സിനെ കുറിച്ചായിരിക്കും ആ ഒരു എഡിറ്റോറിയലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും ടൂൾസുകളാണ് നമ്മുടെ പബ്ലിസിറ്റീൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി. അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫോർമേഷൻ ആൻഡ് പെർസ്യൂസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസുകൾ കസ്റ്റമേഴ്സിന് ബോധ്യപ്പെട്ടതായിരിക്കണം. പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ഇൻഫോർമേറ്റീവ്. പബ്ലിസിറ്റിയിൽ ഇറ്റ്സ് ഓൺലി ഇൻഫോർമേറ്റീവാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വർടൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. അഡ്വർടൈസിങ് മെസ്സേജസുകൾ പബ്ലിക്കിലേക്ക് എത്തിക്കണമെങ്കിൽ അതെന്താണ്, പെയ്ഡ് ഫോം ആയിരിക്കണം. അഥവാ എമൗണ്ട് പേ ചെയ്തല്ലാതെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് പബ്ലിസിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. പബ്ലിസിറ്റിയിൽ യാതൊരു വിധത്തിലുമുള്ള എമൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ഇത്തരം മെസ്സേജസുകൾ പാസ് ചെയ്യാൻ ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് നീഡ്സ് ഐഡൻറ്റിഫൈഡ് സ്പോൺസേഴ്സ്. അഡ്വർടൈസിങ്ങിൽ ഓരോ അഡ്വർടൈസിങ്ങിനും അതിൻ്റേതായുള്ള സ്പോൺസേഴ്സും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നേരെ മറിച്ച് പബ്ലിസിറ്റീൻ്റെ കേസിലാണെങ്കിൽ നോ നീഡ് ഫോർ എനി ഐഡൻറ്റിഫൈഡ് സ്പോൺസേഴ്സ്. പബ്ലിസിറ്റീൻ്റെ അണ്ടറിൽ യാതൊരു വിധത്തിലുള്ള സ്പോൺസേഴ്സും ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ഫുൾ കൺട്രോൾ ഓവർ ദി മെസ്സേജസ്. അഡ്വർടൈസിങ്ങിലൂടെ അഡ്വർടൈസിങ് മെസ്സേജസ് അഥവാ അഡ്വർടൈസിങ്ങിലൂടെ ഒരു മെസ്സേജസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫുൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പബ്ലിസിറ്റി ആണെങ്കിൽ നോ കൺട്രോൾ ഓവർ ദി മെസ്സേജസ്. പബ്ലിസിറ്റിയിലൂടെ ഒരു മെസ്സേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലുള്ള കൺട്രോൾസും ഉണ്ടായിരിക്കില്ല, അഥവാ നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ലെസ് ക്രെഡിബിൾ ആയിരിക്കും, പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ മോർ ക്രെഡിബിൾ ആയിരിക്കും. ക്രെഡിബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അഡ്വർടൈസിങ്ങിൻ്റെ അണ്ടറിൽ കസ്റ്റമേഴ്സിന് എന്താണ് പൂർണ്ണമായിട്ടും കസ്റ്റമേഴ്സിനോട് ആ ഒരു നീതി പുലർത്താൻ സാധിക്കില്ല, അഥവാ വിശ്വാസം നമുക്ക് എന്താണ് പൂർണ്ണമായിട്ടും
കൊടുക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് പബ്ലിസിറ്റീൻ്റെ കേസിലാണെങ്കിൽ മോർ ക്രെഡിബിൾ ആയിരിക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ക്രെഡിബിൾ ആയിരിക്കും. കാരണം കൂടുതലായുള്ള വിശ്വാസ്യത നമുക്ക് പബ്ലിസിറ്റീൻ്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് നമ്മുടെ പബ്ലിസിറ്റിയും അഡ്വർടൈസിങ്ങും തമ്മിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പബ്ലിസിറ്റി എന്താണ്, പബ്ലിസിറ്റി, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് benefits of publicity, major tools of publicity, finally difference between publicity and advertising. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.